Hello everyone, how are you all? Welcome to a new episode of English with Habesh. So, ഇന്നത്തെ എപ്പിസോഡിൽ അറൗണ്ട് എന്ന പ്രിപ്പോസിഷൻ ടൈമിനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, അപ്രോക്സിമേറ്റ് ടൈം ഫോർ മീറ്റിംഗ്, മീറ്റിങ്ങുകളുടെ ഏകദേശ സമയം. Let's look at an example. Okay, let's meet around 2 p.m. നമുക്ക് ഏകദേശം 2 മണിക്ക് കണ്ടുമുട്ടാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? This means the meeting will start near 2 p.m. perhaps a little before or after. അപ്പോൾ ഇവിടെ അറൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ മീറ്റിംഗ് ഒരു 10 മിനിറ്റ് മുമ്പോ ഒരു 5 മിനിറ്റ് മുമ്പോ തുടങ്ങും, അല്ലെങ്കിൽ അതിന് ശേഷം ഒരു 2 മണിക്ക് ശേഷം ഒരു 5 മിനിറ്റ് ശേഷമോ 10 മിനിറ്റ് ശേഷമോ തുടങ്ങും. ഓക്കെ, സോ ഫിക്സ്ഡ് ടൈം അല്ല, അപ്പോഴാണ് നമ്മൾ അറൗണ്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് മൈ ഡിയർ ഫ്രണ്ട്സ്, എസ്റ്റിമേറ്റിംഗ് അറൈവൽ ഓർ ഡിപ്പാർച്ചർ ടൈംസ്, വരവ് അല്ലെങ്കിൽ പുറപ്പെടൽ സമയം കണക്കാക്കാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ട്രെയിനിൽ വരികയാണ് കൊച്ചിയിൽ നിന്ന് കാസർഗോട്ടേക്ക്. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയുകയാണ് എനിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കണം. അപ്പോൾ അവൻ ചോദിച്ചു എത്ര മണിക്കാണ് നീ എത്തുക? അപ്പോൾ നമ്മൾ പറയും എന്ത്, I expect to arrive around 8 a.m. ഞാൻ ഏകദേശം 8 മണിക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഐ എം നോട്ട് റിയലി ഷുവർ, ചിലപ്പോൾ ട്രെയിനല്ലേ ഒരു 10 മിനിറ്റ് മുമ്പോ അരമണിക്കൂർ പിന്നെയോ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറൗണ്ട് 8 a.m. എന്ന് പറഞ്ഞു. സോ ഇവിടെ ദിസ് ഇൻഡിക്കേറ്റ്സ് യു വിൽ ലൈക്ലി അറൈവ് ക്ലോസ് ടു 8 a.m. ബട്ട് നോട്ട് എക്സാക്ട്ലി അറ്റ് ദാറ്റ് ടൈം. നിങ്ങൾ 8 മണിക്ക് അടുത്ത് എത്തുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു, പക്ഷേ കൃത്യമായ ആ സമയത്ത് അല്ല. Next point my dear friends, general time for events, കൃത്യത ആവശ്യമില്ലാതെ ഒരു ഇവൻറ്റിൻ്റെ ആരംഭ സമയം സൂചിപ്പിക്കാൻ നമ്മൾ അറൗണ്ട് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ദ ഇവൻറ്റ് വിൽ ബിഗിൻ അറൗണ്ട് 6:30 p.m. ഇവൻറ്റ് ഏകദേശം 6:30 ആരംഭിക്കും. ഇവിടെ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? The event will start somewhere near 6:30 p.m. but the exact time might vary slightly. ഇവൻറ്റ് 6:30 എവിടെയെങ്കിലും ആരംഭിക്കും, 6:30, 6:20, 6, 6:45. ഓക്കെ, എന്നാൽ കൃത്യമായ സമയം അല്പം വ്യത്യാസപ്പെടാം. ഓക്കെ, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ആൻ എക്സാക്ട് ടൈം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഫ്ലെക്സിബിൾ ടൈമിംഗ് ഇൻ ഡെയിലി റൂട്ടീൻസ്, ഏകദേശം സ്ഥിരതയുള്ള സമയത്ത് സംഭവിക്കുന്ന പതിവ് പ്രവർത്തനങ്ങൾ വിവരിക്കാൻ നമ്മൾ അറൗണ്ട് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഷീ ഗോസ് ടു ബെഡ് അറൗണ്ട് 10 o'clock. അവൾ ഏകദേശം 10-ന് ഉറങ്ങാൻ പോകും അല്ലെങ്കിൽ പോകാറുണ്ട്. സോ ദിസ് സജസ്റ്റ് ഷീ യൂഷ്വലി ഗോസ് ടു ബെഡ് ക്ലോസ് ടു 10 p.m. ഗിവ് ഓർ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ്. ഇത് സൂചിപ്പിക്കുന്നത് അവൾ സാധാരണയായി രാത്രി 10 മണിക്ക് അടുത്താണ് ഉറങ്ങാൻ പോകുന്നത്. ഗിവ് ഓർ ടേക്ക് 10 minutes or a few minutes, 9:50, 10:10, ചിലപ്പോൾ മുന്നോട്ടാവും പിന്നോട്ടാവും, പക്ഷേ 10 മണീൻ്റെ ചുറ്റിപ്പറ്റിയിട്ടാണ് അവൾ ഉറങ്ങാൻ പോകാറ്. നെക്സ്റ്റ് പോയിന്റ് മൈ ഡിയർ ഫ്രണ്ട്സ്, എസ്റ്റിമേറ്റിംഗ് ഡ്യൂറേഷൻസ് വെൻ ഗിവിംഗ് എ റഫ് എസ്റ്റിമേറ്റ് ഓഫ് ഹൗ ലോങ് സംതിങ് വിൽ ടേക്ക്. എന്തെങ്കിലും എത്ര സമയമെടുക്കും എന്നതിൻ്റെ ഏകദേശ സമയം അല്ലെങ്കിൽ കണക്ക് നൽകാൻ. ഫോർ എക്സാമ്പിൾ, ദ മീറ്റിംഗ് ഷുഡ് ലാസ്റ്റ് അറൗണ്ട് an hour. മീറ്റിംഗ് ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കണം. ഇവിടെ എന്താണ്? The meeting is expected to last approximately 1 hour, but it might be a little shorter or longer. Meeting ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒരു പ്രതീക്ഷയാണ് ഷുഡ് obviously here, പക്ഷേ അത് അല്പം ചെറുതോ അതിൽ കൂടുതലോ ആയിരിക്കാം. ഓക്കെ, സോ 1 മണിക്കൂർ 50 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 10 മിനിറ്റ്, ബാക്കോട്ടോ മുന്നോട്ടോ പോകാം. it is expected. Next point my dear friends, time frame for deliveries and appointment. When providing an estimated time for an appointment or delivery, ഒരു അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഡെലിവറിക്ക് ഒരു ഏകദേശ സമയം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ അറൗണ്ട് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ദ ടെക്നീഷ്യൻ വിൽ അറൈവ് അറൗണ്ട് 4 p.m. സാങ്കേതിക വിദഗ്ധൻ ഏകദേശം 4-ന് എത്തും. സോ ഇവിടെ എന്താണ്? ദ ടെക്നീഷ്യൻ ഈസ് എക്സ്പെക്റ്റഡ് ടു അറൈവ് നിയർ 4 p.m. ബട്ട് ദ ടൈം ഇസ് നോട്ട് എക്സാക്ട്. ടെക്നീഷ്യൻ വൈകുന്നേരം 4 മണിക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, എന്നാൽ സമയം കൃത്യമല്ല. 3:50 ആകാം, 4:30 ആകാം, 5 മണിയാകാം, 4-ന് ചുറ്റിപ്പറ്റിയിട്ട്.
Let's look at the next point, my dear friends. Informal plans. When making informal plans where exact time is not crucial, കൃത്യമായ സമയം നിർണായകമല്ലാത്ത അനൗപചാരിക പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ around ഉപയോഗിക്കുന്നു. For example, I will come by your place around 3 PM. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വരും. ഓക്കെ, 3 മണിക്ക് എന്നല്ല, 3 മണിയോടെ എന്നാണ് പറയുന്നത്. So you plan to arrive near 3 PM, but there is some flexibility in the timing. അല്ലേ, നിങ്ങൾ 3 മണി, 2:50, 3:10, 3:15 അങ്ങനെ എക്സാക്റ്റ് ടൈം നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. So thank you for watching. That's all for now.